ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ നോട്ട് പറവൂർ. സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ജനൽ പൈപ്പുകൾ, SS ലൈറ്റ്, SS ഷീറ്റ്, SS ഹാൻഡ് റെയിൽ ഫിറ്റിംഗ്സ്, SS ഫ്ലാറ്റ്സ് ആൻഡ് ഓൾ SS ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു. SS ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ, സോനി ആർക്കേഡ്, നിയർ ശാന്തി ഹോസ്പിറ്റൽ, പോലീസ് ക്വാർട്ടേഴ്സ് റോഡ്, നോട്ട് പറവൂർ. ലിറ്റിൽ ഫ്ലവർ ആശുപത്രി അങ്കമാലിയെ കാഴ്ചയുടെ തലസ്ഥാനമാക്കിയെന്ന് മാർ പാംബ്ലാനി. ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്തമോളജിയുടെ വജ്രജൂബിലിയുടെ ആഘോഷങ്ങളുടെ സമാപനവും ആശുപത്രി സ്ഥാപക ദിനത്തോടനുബന്ധിച്ചുള്ള പൊതുയോഗവും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഈ ആശുപത്രിയിൽ നിന്ന് കാഴ്ച ലഭിച്ചവർ എത്ര പേരുണ്ടാവും? ഞാൻ 3.5 പതിറ്റാണ്ട് മുമ്പ് എൻ്റെ മാതാപിതാക്കളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒഫ്താൽമോളജി ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ കാണിക്കാൻ അവർ സുഖപ്പെട്ടാണ് തിരിച്ചു പോയത്. രണ്ടുപേരും ആതുര ശുശ്രൂഷ രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ ഈ ജൂബിലിയുടെ വേദിയിൽ നിൽക്കുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വൈദികൻ എന്ന രീതിയിൽ അന്ധർക്ക് കാഴ്ച നൽകിയെന്ന ക്രിസ്തുവിന്റെ മാനിഫെസ്റ്റോ അതേപോലെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രി നടപ്പാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. ആധുനിക നേത്രചികിത്സ സാധാരണക്കാർക്ക് ലഭ്യമാകണമെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഇവിടുത്തെ നേത്രചികിത്സാ കേന്ദ്രം രാജ്യത്തിന് മുഴുവൻ മാതൃകയാണെന്നും സംസ്ഥാനത്തിന് അഭിമാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബിഷപ്പ് മാർ പാംബ്ലാനി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആശുപത്രി ഡയറക്ടർ ഫാദർ ജേക്കബ് G. പാലക്കപ്പിള്ളി സ്വാഗതം പറഞ്ഞു. ലിറ്റിൽ ഫ്ലവർ ആശുപത്രി അങ്കമാലിയെ കേരളത്തിന്റെ കാഴ്ചയുടെ തലസ്ഥാനമാക്കി മാറ്റിയെന്ന് മാർ പാംബ്ലിനി പറഞ്ഞു. മലബാറിലുള്ളവർക്ക് കാഴ്ചയുടെ അവസാന വാക്കാണ് ലിറ്റിൽ ഫ്ലവർ ആശുപത്രി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യക്തിപരമായി ഈ 60 വർഷക്കാലവും ഈ ഡിപ്പാർട്ട്മെൻറ്റുമായി ഒട്ടേറെ അനുഭവങ്ങൾ പങ്കിടാൻ കഴിയുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ പരാമർശിച്ച ഡോക്ടർ ശുക്ലയാണ് എന്നെ ആദ്യമായി എൻ്റെ കണ്ണ് പരിശോധന ഈ ആശുപത്രിയിൽ നടത്തിയത്. ഒരുപക്ഷെ ഡോക്ടർ ശുക്ലയുടെ ഒരു പേഷ്യൻ്റ് എന്ന് പറയാൻ ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഉണ്ടാകൂ എന്ന് വിശ്വസിക്കുകയാണ്. ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾക്ക് കാഴ്ച നൽകിയ ഒരു സ്ഥാപനം മാത്രമല്ല ഇത്. ഞാൻ എപ്പോഴും കരുതുന്ന ഒരു കാര്യമുണ്ട്. ഈ ആശുപത്രിയിൽ 1000-ലധികം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ 90 വർഷക്കാലം ഇവിടെ ഗവേഷണ നിർണയ മേഖലയിലെ എല്ലാ ആധുനിക സൗകര്യങ്ങളും കൂടുതൽ വിശാലമായ രീതിയിൽ നവീകരിച്ച ലാബ് ലിറ്റിൽ ഫ്ലവർ ഡയഗ്നോസ്റ്റിക് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനം അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ആൻഡോ ചെരാത്തുരുത്തി നിർവഹിച്ചു. സെന്റ് ജോർജ് ബസിലിക്ക റെക്ടർ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ, ആശുപത്രിയിലെ ജോയിന്റ് ഡയറക്ടർ ഫാദർ വർഗീസ് പോന്തേമ്പിള്ളി, ഫാദർ എബിൻ കളപ്പുരയ്ക്കൽ, ബെന്നി ബെഹനാൻ MP, റോജി M. ജോൺ MLA, ഡോക്ടർ ജോൺ അബ്രഹാം, അഡ്വക്കേറ്റ് ഷിയോപോൾ, സാജു നെടുങ്ങാടൻ, ഡോക്ടർ എലിസബത്ത് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, അങ്കമാലി.